ഹലോ, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസിനെ കുറിച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒരു 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നോക്കാം. എന്നിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോളി. 9th ക്വസ്റ്റ്യൻ, യൂസിങ് ദ റിസൾട്ട് find L of f of t. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ആക്കി എഴുതാം. അതിനുശേഷം എ ക്വസ്റ്റ്യൻ f of t equal to 2 into e raised to 4t. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? L of 2 into e raised to 4t കണ്ടുപിടിക്കണം. which is equal to ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്നൊക്കെ ചെയ്യുക. പക്ഷെ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ഫോർമുല അറിയാം. എന്താണ്? ടു കോൺസ്റ്റന്റ് അല്ലേ? 2നെ പുറത്തേക്ക് എടുത്തു, അങ്ങോട്ട് L of e raised to 4t ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഇത് e raised to at ഫോർമുല അല്ലേ? e raised to at ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? which is equal to 1 divided by s minus a ആണ്. ഇവിടെ a equal to 4 ആണ്. അപ്പോൾ which is equal to 2 into 1 divided by s minus 4 അഥവാ 2 divided by s minus 4 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ക്വസ്റ്റ്യൻ f of t equal to 4t minus 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? L of 4t minus 10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, ഇതിനും കൊടുക്കുക. which is equal to L of 4t മൈനസ് L of 10. ഇതെന്താ വരിക? which is equal to 4നെ പുറത്തേക്ക് എടുക്കുക ഇൻറ്റു L of t മൈനസ് 10നെ പുറത്തേക്ക് എടുക്കുക. 10നെ പുറത്തേക്ക് എടുത്ത ഉള്ളിൽ ആരുണ്ടാവും? 1 ഉണ്ടാവും. അപ്പോൾ 10 ഇൻറ്റു L of 1 which is equal to 4 ഇൻറ്റു ടീൻ്റെത് എന്താണ്? 1 divided by s സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ്? കാരണം t raised to 1 ആണ്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ ആണ്. ഇൻറ്റു 1 പ്ലസ് 1 2 വരും. അപ്പോൾ 4 divided by s സ്ക്വയർ വരും. മൈനസ് 10 ഇൻറ്റു 1 divided by s വരും. എന്താണ്? 10 ഇവിടെ ഉണ്ട്. L of 1ന്റെ വാല്യൂ 1 divided by s ആണ്. which is equal to 4 divided by s സ്ക്വയർ മൈനസ് 10 divided by s എന്ന് വരും. ചോർക്ക് പോരാ, മുകളിലെ എസിന് ഗുണിക്കുക, അടിയിലും എസിന് ഗുണിക്കുക. അപ്പോൾ which is equal to 4 divided by s സ്ക്വയർ മൈനസ് 10 into s എന്ന് പറഞ്ഞാൽ 10s ആണ്. ഡിവൈഡഡ് ബൈ s into s s സ്ക്വയർ. അടിയിലുള്ള രണ്ട് ആൾക്കാർ സെയിം ആയി കഴിഞ്ഞാൽ which is equal to 4 minus 10s divided by s സ്ക്വയർ. കൂടുതലൊന്നും പറയാനില്ല, നേരിട്ട് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, അപ്പോൾ അവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തത് f of t equal to t raised to 5 ആണ്. രണ്ടാമത്തത് f of t equal to t സ്ക്വയർ പ്ലസ് 6t മൈനസ് 3 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ f of t equal to 7t പ്ലസ് 3. ആദ്യം ഒന്നതിൽ ചെയ്തു തുടങ്ങാം. t raised to 5 ഇതെന്ത് ഫോമുലാണ്? t raised to n ഫോമുലാണ്. അപ്പോൾ L of t raised to n എന്ന് പറഞ്ഞാൽ ഇക്വേഷന് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്നുകൂടി ചെയ്തിട്ട് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s raised to n പ്ലസ് 1 ആണ്. ഇവിടെ n ഈക്വൽ ടു എന്താണ്? 5 ആണ്. അതുകൊണ്ട് തന്നെ L of t raised to 5 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s raised to 5 പ്ലസ് 1 ആണ്. ഓക്കെ, which is equal to 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഡിവൈഡഡ് ബൈ s raised to 5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 6. which is equal to 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 വരും. 120 ഡിവൈഡഡ് ബൈ s raised to 6 ആണ് ആൻസർ വരിക. രണ്ടാമത്തെ ചെയ്ത് നോക്കാം. L of t സ്ക്വയർ പ്ലസ് 6t മൈനസ് 3 ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക? ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. which is equal to L of t സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു കോൺസ്റ്റന്റ് ആയിട്ട് 6നെ പുറത്തേക്ക് ചെയ്തിട്ട് ഇൻറ്റു L of t മൈനസ് L of 3. 3നെ നമുക്ക് പുറത്തേക്ക് ചെയ്തെടുക്കാം. അവിടെ L of 1 മാത്രം എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ?
ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ടി സ്ക്വയറിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 2 into 1 പറഞ്ഞാൽ 2 തന്നെയാണ്. ഡിവൈഡഡ് ബൈ ടി റൈസ് ടു 2 + 1 പറഞ്ഞാൽ ടി ക്യൂബ് വരും. ഓക്കെ, പ്ലസ് 6 into ടിന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആണ്. അതേപോലെ തന്നെ മൈനസ് 3 into L of 1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ എസ് ആണ്. ഓക്കെ, ടി ക്യൂബ് അല്ല എസ് ക്യൂബ്, മാറിപ്പോയതാണ്. എന്ത് ചെയ്യുക, ഇതൊന്നുകൂടി ഇവിടെ ചെയ്തെടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ക്യൂബ് ആണല്ലോ, ഇവിടെ സ്ക്വയറും ഇവിടെ പവർ 1 ആണ്. ഞാൻ ഇവിടെ എസിനോട് ഗുണിച്ചു, അടിയിലും എസിനോട് ഗുണിച്ചു. ഇവിടെ മുകളിൽ എസ് സ്ക്വയർ കൊണ്ട് ഗുണിച്ചു, അടിയിലും എസ് സ്ക്വയർ കൊണ്ട് ഗുണിച്ചു. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇവിടെ 2 ഉണ്ട്. പിന്നെ 6 into 1 into s എന്ന് പറഞ്ഞാൽ പ്ലസ് 6s ആണ്. അതേപോലെ തന്നെ 3 into 1 into s സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് 3s സ്ക്വയർ ആണ്. ഇവിടെ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണല്ലോ. ഇവിടെ എസ് ക്യൂബ് ഉണ്ട്, എസ് സ്ക്വയറിന്റെ എസ് എന്ന് പറഞ്ഞാൽ എസ് ക്യൂബ് ആണ്, എസിന്റെ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എസ് ക്യൂബ് ആണ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒറ്റൊരാളെ എഴുതിയാൽ മതി. എസ് ക്യൂബ് എന്ന് വരും. സംശയങ്ങളൊന്നും ഇല്ലല്ലോ, കുറച്ച് സ്പീഡ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. അതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇത് നോക്കി നോക്കിയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു L of 7t + 3. ഇതെങ്ങനെ വരിക, ഇവിടെ എന്ത് ചെയ്യുക, ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു L of 7 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ 7 പുറത്ത് കൊടുത്തു, L of t പ്ലസ് 3 into L of 1. ഇവിടെ 3 മാത്രം, 3 പുറത്ത് കിട്ടുക, 1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. 7 വിച്ച് ഈസ് ഈക്വൽ ടു 7 into L of t എന്താണ്, 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആണ്. പിന്നെ പ്ലസ് 3 into L of 1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ എസ് ആണ്. ഇനി എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഇവിടെ എസ് കൊണ്ട് ഗുണിക്കുക, ഇവിടെ എസ് കൊണ്ട് ഗുണിക്കുക. 7 into 1 എന്ന് പറഞ്ഞാൽ അത്ര 7 ആണ്. 3 into 1 into s എന്ന് പറഞ്ഞാൽ അത്രയാണ്, പ്ലസ് 3s ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ രണ്ട് സെയിം ആണ്, എസ് സ്ക്വയർ ആണ്. ഇവിടെ എസ് ഇൻറ്റു എസ് സ്ക്വയർ ആണ്. ഒരാളെ മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ വരിക. ഇതിന്റെ ആൻസർ ആണ്. അപ്പൊ ഇത് 3 എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട്, ചെയ്ത് പഠിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു.